ഹായ് ഹലോ ഇറ്റ്സ് മിഹിറിൻ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് തമ്പിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മളൊരു കുഞ്ഞു കല്യാണം നടത്തുകയാണ് കേട്ടോ. കുഞ്ഞിക്കല്യാണം എന്നോ ഋതുമതി ചടങ്ങെന്നോ അങ്ങനെയൊക്കെ പറയും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്നതും നടത്തുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവ് അനിയത്തിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയല്ല, അച്ഛൻ്റെ അനിയനായിട്ട് വരും എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന് മുന്നാടിയായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇലയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കണമെന്ന് ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കാണെങ്കിൽ സാദിയൻ്റെ കൂടെ വീഡിയോയിലൊക്കെ കാണാറുണ്ട് അവളെ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര കുറവാണ് കേട്ടോ. അവളെ അമ്മയായാലും അച്ഛനായാലും ഞങ്ങൾ മുന്നേ പറഞ്ഞു വെച്ചതാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണം എന്നുള്ളതൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവളെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഈ ഒരു സന്തോഷം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ സമയം നമ്മൾ ദിവസങ്ങൾ എണ്ണി ഇരുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഈ ഒരു ചടങ്ങ് നടത്തിയത് 5ാമത്തെ ദിവസമാണ് കേട്ടോ. അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മൾ വയസ്സറിയിക്കുന്നത് അല്ലെങ്കിൽ പീരിയഡ്സ് ആവുന്നതിൻ്റെ ഈ ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അറിയില്ലെങ്കിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവക്കാണെങ്കിൽ ഭയങ്കര കുറവാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഒരു 8ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ. പക്ഷെ അപ്പോഴൊന്നും അവൾ അത് കേട്ടിരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതൊക്കെ പറഞ്ഞ സമയത്ത് എന്തോന്നറിയില്ല അതൊക്കെ കേട്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ചേച്ചി ഞാൻ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയുക അറിഞ്ഞൂടായ്മൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ പിന്നീട് അവൾക്ക് ഓർമ്മിക്കാനുള്ളൊരു എന്താ പറയുക ഈ ഒരു വീഡിയോയിലൂടെയും കാണാൻ പറ്റുമല്ലോ. അതിന് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇതാ നമ്മളെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ആണ് ചടങ്ങെന്നോ അല്ലേ അതിങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും നമുക്കറിയില്ല. യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുള്ള അറിവ് വെച്ച് മാത്രം ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക കേട്ടോ, അറിയുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ഓരോരോ വീഡിയോ കണ്ട ഈ ഒരു അറിവ് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവൾക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അതിനോടടുപ്പിച്ചപ്പം ഞാൻ നിന്ന് തരാം അല്ലെ ഇരുന്ന് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഇതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരുക്കാനൊക്കെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അതിന് പകരമായിട്ട് ഒരുപാട് ഡിമാൻഡ്സും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് വാങ്ങിത്തരണം, എനിക്കിത് വാങ്ങിത്തരണം, അവിടെ വിടണം ഇവിടെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളാണെങ്കിൽ എല്ലാവരും അവളുടെ അച്ഛനും അമ്മയും ആരാണെങ്കിൽ പോലും അവളെ ഈ ഡിമാൻഡൊക്കെ അംഗീകരിച്ചിട്ടാണ് ഇങ്ങനൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഭയങ്കര സന്തോഷമായി. ഞാൻ എങ്ങനെയാണോ അവളെ കാണണമെന്ന് വിചാരിച്ചത് അതുപോലെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തിനെ പോലെ തന്നെയാണ് കേട്ടോ. അനിയത്തിനെ പോലെയല്ല, അനിയത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ മുന്നിൽ നിന്നിട്ട് അവളെല്ലാ കാര്യം ചെയ്യാനും മനസ്സറിഞ്ഞ് തന്നെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് അവളെ ഒരുക്കാനുള്ള ചടങ്ങാണ് കേട്ടോ. ഇങ്ങനെ ധാവണിയോ അങ്ങനത്തെ ഒന്നും ഇടുന്ന കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷെങ്കിൽ ഈ ഒരു പരിപാടി വന്നപ്പോൾ എല്ലാത്തിനും നിന്ന് വന്നപ്പോൾ എന്നെപ്പോലെ തന്നെ കണ്ടു നിന്ന് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. ഇത് സാദി തന്നെയാണോ ഇങ്ങനെ നിന്നത്? മുടിയൊക്കെ കഴിച്ചിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച സമയത്ത് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. അവൾക്കുണ്ടായ ഈ ഒരു സമയത്ത് ഏതൊരു പെൺകുട്ടിക്കും ചേഞ്ചസ് വരുമെങ്കിലും ഇത്ര പെട്ടെന്ന് അവൾക്ക് ചേഞ്ചസ് വരുന്നത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും അതിനൊക്കെ ഒരു എന്താ പറയുക കനത്ത ഒരു എതിർപ്പ് പോലും പറയാണ്ട് നിന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് ഈ ചടങ്ങുകളൊന്നും ഇങ്ങനെയാണോ നടത്തുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. യൂട്യൂബിൽ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് ചടങ്ങുകളും പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പണ്ട് കാലങ്ങളിൽ ഞാനൊക്കെ പീരിയഡ്സ് ആയ സമയത്തൊക്കെ നമ്മൾ 5ാമത്തെ ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ ചെടിയും മാവും അങ്ങനെയൊക്കെ തൊട്ടിട്ടുള്ള അങ്ങനത്തെ അറിവൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്. പിന്നെ ഏട്ടൻ്റെ ഫാമിലിയിൽ അധികം ആളും ചെന്നൈയിലുള്ളത് കൊണ്ട് തന്നെ ബാക്കി
കുറേ കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കൊക്കെ അറിയുന്നത് പോലെയും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ കുഞ്ഞു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഋതുമതി എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ മുണ്ടൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും മധുരവും അവർക്ക് ആ സമയത്ത് മധുരം കഴിക്കാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും അധികം അങ്ങോട്ട് മധുരം കൊടുത്ത് ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില വീഡിയോസൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും ഒന്നും മധുരം കൊടുക്കുന്നതൊന്നും കിട്ടാണ്ടുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എടുത്തത് ഫോട്ടോസാണ് കേട്ടോ. അവർക്ക് ഈ ഒരു ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തി എങ്ങനെയാണോ ഞാൻ കണ്ടത് അതുപോലെ തന്നെ അവളെ കാണാൻ പറ്റിയതിലും അവളെ ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റിയതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഒരു കുഞ്ഞു എന്താ പറയുക, ഇത്ര പെട്ടെന്നൊരു പക്വത വന്നു, അല്ലെങ്കിൽ പക്വതയൊന്നും അവൾക്ക് വന്നിക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഈ ഒരു ദിവസം കണ്ടപ്പോൾ പ്രത്യേക ഒരു മാറ്റം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെയാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയത്. അപ്പോൾ എല്ലാവരും എന്നെപ്പോൾ തന്നെ എല്ലാവരും എൻജോയ് ചെയ്ത് ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.